നമുക്കിന്ന് ഒരു വർഷം പ്രായമായ ഒരു ഏലച്ചെടി ഒന്നല്ല ഒരു കുറച്ച് ചെടികളുണ്ട് നമുക്ക്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന കേടുഭാഗങ്ങൾ, അതുപോലെ എത്ര ചിമ്പ് വരെ ഒരു ഏലത്തിൽ അടിച്ചിട്ടുണ്ട്, എന്തോരം കാ വീണിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ കേടുഭാഗങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ തന്നെ ഇപ്പോൾ ഒരു തണ്ടുതുരപ്പൻ നമുക്ക് കുറേ ഭാഗങ്ങളിൽ തണ്ടുതുരപ്പൻ കണ്ടിട്ടുണ്ട്. തണ്ടുതുരപ്പൻ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, നിലത്ത് തന്നെ നോക്കിയാൽ അത് അരിച്ചിട്ടേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ മഞ്ഞ പിഞ്ചുക, പിഞ്ചിലെ തന്നെ മഞ്ഞപ്പ് വന്ന് പോകുന്ന ഒരു പ്രശ്നം ഒന്ന് രണ്ടിടത്ത് കണ്ടുവന്നിട്ടുണ്ട്. അത് ചെടി നല്ല ഗുഡായിട്ട് നിൽക്കുന്നു, നല്ല രീതിയിൽ തന്നെ ചെടിക്ക് വളർച്ചയുണ്ട്. ഒരു 10, 40, 50 ഒക്കെ 30 മുകളിലോട്ടൊക്കെ എന്തായാലും തട്ടയായിട്ടുണ്ട്. എല്ലാത്തിനും തന്നെ പുതിയ ഇഷ്ടംപോലെ ചിമ്പുകൾ അടിക്കുന്നുണ്ട്, നല്ല പുതിയ വേരുകൾ വരുന്നുണ്ട്. വേരുകളിലൊന്നും വലിയ കേടുകളോ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് 1-2 കേടുകൾ നമ്മൾ കണ്ടത് ചെറിയ തോതിൽ 1-2 ചെടിക്ക് ഫിസേറിയത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, കൂമ്പ് ചീച്ചിലിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതുണ്ട്, ആ ചെടിയിലൊരു ചെറിയ ഫിസേറിയത്തിൻ്റെ ഒരു തുടക്കം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെടിയിൽ 1-2 ചെടിയിൽ ഇതുപോലെ നിമാവേരയുടെ പ്രശ്നങ്ങൾ കണ്ടു. ഞാനിവിടെ ജസ്റ്റ് ഒരു ചെടി 1-2 ചെടിയിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഇതുണ്ട്, ഇതൊക്കെ നമുക്കൊരു 10-40 ചിമ്പ് വരെയൊക്കെ ആയിട്ടുണ്ട്. നല്ല വളർച്ച തന്നെയുണ്ട്. വലിയ അമിതമായിട്ടുള്ള കേടുഭാഗം എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ചെറിയ കേടുഭാഗങ്ങളുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള മരുന്ന് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം നമ്മൾ പ്രയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് മരുന്ന്, എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ളത് കാണിച്ചു തരാം. അതുപോലെ തന്നെ വളം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ടൈമിൽ നമുക്ക് എന്ത് വളപ്രയോഗമാണ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു മാസം ചെയ്യാൻ പറ്റിയ വളപ്രയോഗത്തെയും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അത്യാവശ്യം ഇതുണ്ടോ, ഒരു വർഷത്തിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വള്ളി അടിച്ച് കായായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ പൂ വീഴുന്നുണ്ട്. അത്യാവശ്യം ഒരു വർഷത്തെ ഒരു ചെടിക്കുള്ള നല്ല വളർച്ച തന്നെ ഈ ഒരു ചെടിക്കുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് കേടുഭാഗങ്ങൾ ഇതിലൊക്കെ കാണുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള മരുന്ന് പ്രയോഗം നമ്മൾ അടുത്ത ദിവസം നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ഇതിൽ ഫിസേറിയം, തണ്ടുതുരപ്പൻ, മെയിൻ തണ്ടുതുരപ്പനാണ് കണ്ടിരിക്കുന്നത്. പിന്നെ കൂമ്പ് ചീച്ചിലിൻ്റെ ഒരു ചെറിയ പ്രശ്നം കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഒരു തട്ട ഇതിൽ വെച്ചതാണ്. ഇതിലിപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഇഷ്ടം പോലെ പുതിയ ചിമ്പുകൾ അടിക്കുന്നുണ്ട്, പുതിയ ശരം വരുന്നുണ്ട് ഇഷ്ടം പോലെ. എല്ലാ ചെടിയിലും തന്നെ നന്നായിട്ട് ശരവും ചിമ്പും എല്ലാം അടിക്കുന്നുണ്ട്. പിന്നെ ഈ കൂമ്പ് ചീച്ചിലിൻ്റെ ഒരു പ്രശ്നം ചില ചെടികളിൽ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ഞാൻ തെളിക്കാൻ കിടക്കുന്ന കേട്ടോ, കുറേ നന്നായിട്ട് തെളിച്ച് ചെത്തി ഒരുക്കി നല്ല ക്ലീനായിട്ട് നീറ്റാക്കി ഇട്ടതിന് ശേഷം വേണം മരുന്ന് പ്രയോഗം നടത്താനായിട്ട്. അല്ലാതെ നമ്മൾ മരുന്ന് പ്രയോഗം നടത്തിക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇലയിലൊന്നുമൊക്കെ വലിയ മഞ്ഞപ്പോ പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ കാണാനില്ല. ചീച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ 1-2 ചെടിയിലൊക്കെ ഞാൻ കണ്ടു. ഇവിടെ ഒരു ചെടിയിൽ കൂമ്പ് ചീച്ചിലിൻ്റെ ഒരു ചെറിയ പ്രശ്നം കണ്ടു. ഒരു ചെടിയിൽ മാത്രമാണ് കണ്ടത്. ഞാൻ ഇനി ഇടവേളയായിട്ട് കുറച്ച് വാഴകൾ വെച്ചായിരുന്നു ഈ ചൂട് സമയത്ത് പിടിച്ചു നിർത്താനായിട്ട്. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് ഷെയ്ഡൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വാഴയൊക്കെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇനി ചെടി അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ചെടി തിങ്ങുന്ന സമയത്ത് ഈ വാഴ നമുക്ക് വെട്ടി മാറ്റുകയും ചെയ്യാം. അതും ഒരു ആദായമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടവേളയായിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൂടെ എല്ലാം റംബൂട്ടാൻ, അതുകൊണ്ട് തന്നെ ഷെയ്ഡ് നമുക്ക് ആവശ്യത്തിനുള്ള ഷെയ്ഡിൽ കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവർ ഷെയ്ഡ് ആകത്തുമില്ല. അത്യാവശ്യം വെയിൽ ചെടിക്ക് അടിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെടിയുടെ ചുവട്ടിലെല്ലാം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അത് മുകളിൽ നന്നായിട്ട് റംബൂട്ടാൻ്റെ തൈയും നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം ഞാൻ തെളിച്ച് വരുന്നേ ഉള്ളൂ, നന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് തെളിച്ച് വരുന്നേ ഉള്ളൂ. മണ്ണെല്ലാം ചെറുതായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്, വേര് പൊങ്ങി നിൽക്കുന്നിടത്തൊക്കെ. അത് വളം ഇട്ടതിന് ശേഷം ഇടുകയുള്ളൂ. എന്തൊക്കെയാണ് വളം ചെയ്യുന്നത്, എന്തൊക്കെയാണ് മരുന്ന് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ മരുന്ന് ഉൾപ്പെടെ ഞാൻ കാണിക്കാം. ഓരോരോ രോഗങ്ങളും പറഞ്ഞിട്ട് അതിന് എന്തൊക്കെ മരുന്നുകളാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ എല്ലാത്തിനും കൂടെ നമ്മൾ ഒരു 2-3 മരുന്നുകൾ ഒന്നിച്ച് ചേർത്താണ് അടിക്കുന്നത്. പിന്നെ പോളിയാർ വളം ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. അടുത്ത ദിവസം വളം പ്രയോഗം ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ചുവട്ടിലും വളപ്രയോഗം നടത്തുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഇത് കണ്ടോ, ജസ്റ്റ് ഇത് കണ്ടോ, ഇതുപോലെ നല്ലപോലെ തണ്ടുതുരപ്പൻ കയറിയിട്ടുണ്ട്. തണ്ടുതുരപ്പന് വേണ്ടി നമ്മൾ 1-2 മരുന്നുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൂമ്പ് ചീച്ചിലിൻ്റെ ഒരു ചെറിയ പ്രശ്നവും കാണുന്നുണ്ട്. അപ്പോൾ ചുവട് തെളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്ത് ഇടാം. അടുത്ത പ്രാവശ്യം മരുന്നിൻ്റെ വളത്തിൻ്റെ എല്ലാം ഉൾപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.